ക്രിസ്തുവാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നഷ്ടസ്വപ്നങ്ങളുമായിട്ട് യേശുവിൻ്റെ 2 ശിഷ്യന്മാർ ജെറൂസലേമിൽ നിന്ന് എമ്മാവുസിലേക്ക് സന്ധ്യാസമയത്ത് ഒരു യാത്ര പുറപ്പെടുകയാണ്. സങ്കടമുണ്ട്, നിരാശയുണ്ട്, മനസ്സ് മുഴുവൻ ദുഃഖമാണ്. ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഉദ്ധിതനായ യേശുനാഥൻ അവരോടൊപ്പം യാത്രയിൽ ഒന്നുചേരുകയാണ്. അവരുടെ ആ സങ്കടയാത്രയിൽ ഒന്നുചേരുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും ഒത്തിരിയേറെ ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നാം. നമ്മുടെ ഏത് വലിയ ദുഃഖമായിക്കോട്ടെ, വേദനയായിക്കോട്ടെ, യേശുനാഥൻ നാം അത് തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും നമ്മോട് ഒപ്പം നടക്കുന്നുണ്ട്. ഇവിടെ യേശുവിനെ അവർ തിരിച്ചറിയുന്നില്ല. ആദ്യം നമുക്കും ചിലപ്പോൾ ഇതുപോലെ സംഭവിച്ചേക്കാം. യേശുവിനെ നാം തിരിച്ചറിയുന്നുണ്ടായില്ലായിരിക്കാം, പക്ഷേ യേശു നമ്മോടൊപ്പം നടക്കുന്നുണ്ട്. ഇവിടെ അവരുടെ ആ ദുഃഖത്തിൻ്റെ കാർമേഘം, അന്ധകാരം മനസ്സിൽ നിന്ന് നീങ്ങുന്നത് എപ്പോഴാണെന്ന് നമുക്കറിയാം. യേശു വഴിയിൽ ഉടനീളം, യാത്രയിലുടനീളം അവർക്ക് തിരുവെഴുത്തുകൾ, വചനം വിവരിച്ചു നൽകുന്നുണ്ട്. ഈ വചനമാണ് അവരുടെ ആ ദുഃഖത്തിൻ്റെ ഭാരത്തെ, കാർമേഘത്തെ എടുത്തു മാറ്റുന്നതും അവരുടെ ഹൃദയത്തെ ജ്വലിക്കുവാനായിട്ട് ഇടയാക്കിയതും. നമ്മുടെ ജീവിതത്തിലും നാം ഏത് ദുഃഖത്തിലൂടെ കടന്നു പോകുമ്പോഴും വചനമെടുത്ത് വായിക്കുക, ബൈബിൾ എടുത്ത് വായിക്കുക. യേശു നമ്മുടെ ഹൃദയത്തിൻ്റെ ആ അന്ധകാരം നീക്കിക്കളയും. നമ്മുടെ ഹൃദയം ജ്വലിക്കുവാനായിട്ട് ആരംഭിക്കും. ഇത് തന്നെയാണ് നാം നമ്മുടെ യാത്രയിലുടനീളം ചെയ്യേണ്ടത്. മൂന്നാമതായിട്ട്, അവർ ആ ഗ്രാമത്തിൽ എത്തിച്ചേരുമ്പോൾ, അവർ ഒന്നിച്ച് വസിക്കുവാനായിട്ട് ഒരുമിച്ച് കൂടുമ്പോൾ യേശുവിനെയും ക്ഷണിക്കുന്നു, ഞങ്ങളോടൊപ്പം വസിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട്. യേശു അപ്പം മുറിച്ച് അവർക്ക് നൽകുമ്പോഴാണ് അവർ യേശുവിനെ തിരിച്ചറിയുന്നത്. നാം ഇപ്രകാരം യേശുവിനെ കണ്ടുമുട്ടുന്ന നിമിഷങ്ങളുണ്ട്. നാം എപ്പോഴെല്ലാം നമ്മുടെ സമയവും നമ്മുടെ സമ്പത്തും നമ്മുടെ കഴിവുകളുമെല്ലാം മുറിക്കുവാനായിട്ട്, മറ്റുള്ളവർക്ക് വേണ്ടി മുറിച്ചു നൽകുവാനായിട്ട് തയ്യാറാകുന്നുവോ, അപ്പോഴെല്ലാം ഉദ്ധിതൻ അവർക്ക് ദൃശ്യമായിട്ട് മാറും. ഇവിടെ യേശുവിനെ നമുക്ക് പരിശുദ്ധ കുർബാനയിൽ കണ്ടെത്താം, വചനത്തിൽ കണ്ടെത്താം. നാം നമ്മെ തന്നെ മുറിച്ചു നൽകുമ്പോൾ, നീ ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തു കൊടുത്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തു തന്നതെന്ന് കർത്താവ് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സമയവും കഴിവുകളും സമ്പത്തുമെല്ലാം നാം മറ്റുള്ളവർക്കായി മുറിച്ചു നൽകുമ്പോൾ ഉദ്ധിതൻ മറ്റുള്ളവർക്ക് ദൃശ്യമാകും. അതിനാൽ നമുക്ക് യേശുവിനെ തിരിച്ചറിയാം. വചനത്തിൽ, പരിശുദ്ധ കുർബാനയിൽ മറ്റുള്ളവർക്കും യേശുവിനെ ദൃശ്യമാക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.